Hello everyone, welcome to Delicious Recipes. എല്ലാവരും ഓണമൊക്കെ നന്നായിട്ട് ആഘോഷിച്ചു കാണുമെന്ന് കരുതുന്നു. ഇന്ന് ഞാൻ ഒരു നാടൻ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. നാടൻ രീതിയിൽ നമുക്ക് ബീഫ് ഉലർത്തിയത് ഇന്ന് തയ്യാറാക്കാം. അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 1 കിലോ ബീഫാണ് ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് സവാളയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയുമാണ്. കുറച്ച് തേങ്ങാക്കൊത്തും കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. ഇന്നത്തെ ഈ ബീഫ് ഉലർത്തിയത് തയ്യാറാക്കാനായിട്ട് 1 കിലോ ബീഫാണ് ഞാൻ എടുത്തത്. ഇത് നല്ലതുപോലെ വിനാഗിരി ഒഴിച്ച് കഴുകി വൃത്തിയാക്കി എടുത്തതാണ്. ഇനി ഇതിലേക്ക് 2 മീഡിയം സൈസിലുള്ള സവാളയും 2 പച്ചമുളകും ഓരോ ടേബിൾ സ്പൂൺ വീതം ഇഞ്ചിയും വെളുത്തുള്ളിയും 1 തണ്ട് കറിവേപ്പിലയുമാണ് ഇപ്പോൾ ചേർക്കുന്നത്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ പെരുംജീരകം പൊടിച്ചതും 1/4 ടീസ്പൂൺ ഗരം മസാലയുമാണ് ഇപ്പോൾ ചേർത്തിരിക്കുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് തിരുമ്മി യോജിപ്പിച്ചെടുക്കണം. ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്ത ശേഷം ഒരു 15 മിനിറ്റ് ഇത് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. 15 മിനിറ്റിന് ശേഷം പ്രഷർ കുക്കറിലാണ് ഞാനിത് വേവിച്ചെടുക്കുന്നത്. നമ്മൾ ഉപയോഗിക്കുന്ന ബീഫിനനുസരിച്ച് വേവിച്ചെടുക്കുന്നതിൻ്റെ സമയത്തിലൊക്കെ ചെറിയ വ്യത്യാസം വരാം. ഞാനിവിടെ ആദ്യം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് 1 വിസിൽ വന്ന ശേഷം ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് 17 മിനിറ്റാണ് പ്രഷർ കുക്ക് ചെയ്തെടുത്തത്. നിങ്ങൾ ഉപയോഗിക്കുന്ന ബീഫിനനുസരിച്ച് സമയം നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക. പ്രഷർ നന്നായിട്ട് പോയ ശേഷമാണ് ഞാനിപ്പോൾ കുക്കർ തുറന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ചാറൊന്ന് കുറുകി വരാൻ വേണ്ടിയിട്ട് വീണ്ടും ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഗ്രേവി നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിൻ്റെ ബാക്കി പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. കുറച്ച് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ തേങ്ങാക്കൊത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ തേങ്ങാക്കൊത്തിൻ്റെ കളറൊന്ന് മാറി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ബീഫ് ഉലർത്തിയതിൻ്റെ ടേസ്റ്റ് കൂട്ടുന്ന ചില ചേരുവകളാണ് കറിവേപ്പിലയും തേങ്ങാക്കൊത്തും ഒക്കെ. അപ്പോൾ നിങ്ങൾ തേങ്ങാക്കൊത്തിടുന്നത് സ്കിപ്പ് ചെയ്യരുത്. പറ്റുമെങ്കിൽ ഇത് ചേർക്കണം. അതുപോലെ കുറച്ചധികം കറിവേപ്പിലയും കൂടെ ചേർത്താൽ നമ്മുടെ ബീഫ് ഉലർത്തിയതിന് നല്ല ടേസ്റ്റായിരിക്കും. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് പ്രഷർ കുക്കറിൽ ബീഫും സവാളയും മസാലയും എല്ലാം കൂടി ഒരുമിച്ചിട്ടാണ് നമ്മൾ വേവിച്ചെടുത്തത്. ഇത് വേവിച്ചെടുത്ത സമയത്ത് വെള്ളം ഒട്ടും തന്നെ ചേർത്തിട്ടില്ലായിരുന്നു. സവാളയൊന്നും നമ്മളിതിൽ വഴറ്റിയൊന്നും എടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയതാണ്. ഇപ്പോൾ ഇവിടെ ഇത് ഏകദേശം ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർക്കാനുണ്ട്. അടുത്തതായി ചേർക്കേണ്ടത് കുരുമുളക് പൊടിയാണ്. 1 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ഞാൻ ചേർക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ അല്പം കൂടുതൽ ചേർക്കാം. അപ്പോൾ ഈ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ബീഫ് ഉലർത്തിയത് റെഡിയാകും. ഈ ഒരു റെസിപ്പി നിങ്ങൾ ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കൂടി അറിയിക്കാൻ മറക്കരുതേ. ഇതിനു മുമ്പ് കേരള സ്റ്റൈൽ മട്ടൻ കറിയുടെയും മട്ടൻ വരട്ടിയതിൻ്റെയും റെസിപ്പികളൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ റെസിപ്പികളും കൂടി ഒന്ന് കാണണം.
ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. റെസിപ്പി ഇഷ്ടമായാൽ ഡെലിഷ്യസ് റെസിപ്പീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക്